സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ മഞ്ജു അവൾ പോലീസുകാരൻ പറഞ്ഞതെല്ലാം അനുസരിക്കുന്നു. അങ്ങനെ അയാൾ അവളെ ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. കഥ തുടങ്ങുന്നത് എന്താ വെച്ചാൽ ജയിലിൽ ഒരാളെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മഞ്ജുവിൻ്റെ ഭർത്താവാണ്. സാർ, എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്, ആളെ വെറുതെ വിടണം. അതൊന്നും എനിക്കറിയണ്ട, കേസ് അന്വേഷിച്ചിട്ട് ഞാൻ വിടും. നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ട് പോ. അപ്പം നമ്പർ എഴുതുമ്പം അയാൾ അവളുടെ വയറ് കണ്ട് ആസ്വദിക്കുകയാണ്. ആളെ തെറ്റു പറയാൻ പറ്റില്ല, വയറ് കണ്ടാൽ ആർക്കാണേലും ഒന്ന്. മഞ്ജു വന്നിട്ട് പോയി വീട്ടിൽ ചെന്നപ്പം ആൾ കോൾ ചെയ്യാണ്. കേസ് അന്വേഷിക്കാൻ മഞ്ജു എൻ്റെ അടുത്ത് സഹകരിക്കണം. സാർ, ഞാൻ എന്ത് വേണം ചെയ്യാം, എൻ്റെ കെട്ടിയവനൊന്ന് വെറുതെ വിട്ടാൽ മതി എന്ന് പറയും. ശരി, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, കുറച്ച് അന്വേഷിക്കാനുണ്ട്, ഞാൻ ഇന്ന് രാത്രി വരാമെന്ന് പറയും. ഹായ്, നല്ല ചായ. മഞ്ജു ഉറങ്ങിയില്ലേ? സാർ, ഞാൻ എങ്ങനെ ഉറങ്ങും, എൻ്റെ ഹസ്ബൻഡ് സ്റ്റേഷനിലല്ലേ. മഞ്ജു, ഞാൻ കേസൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ആളിന് ഉറപ്പായി ഞാൻ പുറത്തെടുക്കും. മഞ്ജു എന്നോട് സഹകരിക്കണം, കേസ് അന്വേഷിക്കാനെല്ലാം അത് വളരെ സഹായിക്കും. മഞ്ജു എന്നോട് സഹകരിച്ചാൽ ഞാൻ എന്ത് വേണം ചെയ്തു തരാം എന്നൊക്കെ പറയും. അപ്പോൾ അവൾ പറയും, മഞ്ജു പറയും, സാർ എനിക്കൊന്നും ഇഷ്ടമില്ല, സാർ ഇങ്ങനെയൊക്കെ ചെയ്ത് സാറിൻ്റെ ജീവൻ അപകടത്തിലാക്കും, അങ്ങനെ മറ്റൊരാളുടെ ജീവിതം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്നോട് സഹകരിക്കണമെന്ന് പറഞ്ഞ് അയാൾ നിർബന്ധിച്ച് ഇവളുടെ ഡ്രസ്സ് അഴിച്ചിട്ട് പിന്നെ സംഭവങ്ങളൊക്കെ ചെയ്യുകയാണ്, കൂടെ കിടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഫുള്ള്, പിന്നെ പിറ്റേ ദിവസമായിട്ടോ. ഇപ്പോൾ പറയും, സാർ എൻ്റെ ഹസ്ബൻഡിനെ വിടണം എന്ന് പറയും. പിന്നെ കാണിക്കുന്ന സ്റ്റേഷനിലാണ്. ഇപ്പോൾ കോൺസ്റ്റബിൾ എന്ന് പറയും, സാർ അയാൾ നിരപരാധിയാണെന്നാണ് തോന്നുന്നത്, യഥാർത്ഥ പ്രതിയെ ഇന്നലെ രാത്രിയിൽ പോലീസ് പിടിച്ചു എന്ന് പറയും. എന്നാൽ ശരി, നീ അയാളെ വിടെന്ന് പറയും. പിന്നെ പറയും, അയ്യോ വിടണ്ട, 15 ദിവസം കഴിയട്ടെ. എന്നിട്ട് ഇയാൾ മഞ്ജുവിന് ഫോൺ ചെയ്യാണ്. ഫോൺ ചെയ്തിട്ട് പറയും, കേസ് അന്വേഷിക്കുന്നുണ്ട്, എന്തായാലും ഒരു 15 ദിവസം കഴിയും, ഞാൻ അപ്പോഴത്തേക്കും വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് പിന്നെ ഇയാൾ ഡെയിലി വരുവാണ് കേട്ടോ. എല്ലാ ദിവസവും വരും, മഞ്ജുവായിട്ട് കലാപരിപാടികൾ തുടങ്ങുകയാണ്. പിന്നെ പറയും, സാർ എനിക്കിപ്പോൾ സാറിന് ഇഷ്ടമായി, ഇനി ജീവിക്കുന്നുണ്ടെങ്കിലും മരിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഒന്നിച്ചായിരിക്കും എന്ന് പറയും. പിന്നെ പറയുകയാണ്, സാർ 15 ദിവസം കഴിഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡിനെ വിടണം. ഞാൻ വിടാം, പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ അവിടെ സഹകരിക്കണമെന്ന് പറഞ്ഞ് ഡീലാക്കിയിട്ട് പോകും. പിന്നെ കാണിക്കുന്നത് ഇതാണ് മഞ്ജുവിൻ്റെ കെട്ടിയവൻ. അപ്പോൾ പറയും, സാർ ഒരുപാട് നന്ദിയുണ്ട്, എന്നെ സാറ് വെറുതെ വിട്ടല്ലോ, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പറയും, നീ നിൻ്റെ ഭാര്യയോടാണ് താങ്ക്സ് പറയേണ്ടത്, അവളാണ് എന്നോട് സഹകരിച്ച് കേസ് അന്വേഷണത്തെല്ലാം സഹകരിച്ച്, നീ ഇനി അവിടെ ചെന്ന് അവളെ നല്ലപോലെ തൃപ്തിപ്പെടുത്ത്. അപ്പോൾ പറയും, സാർ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല, അത് പറ്റില്ല, എനിക്കൊരു അസുഖം വന്നേ പിന്നെ അങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾ ചോദിക്കും, എന്താ നിനക്ക് അസുഖം? പറയും, എനിക്ക് HIV ആണെന്ന് പറയും. കഴിഞ്ഞില്ല, ഇയാളുടെ പണി കഴിഞ്ഞു. ഇയാളങ്ങനെ തരിച്ച പടി ഇരിക്കുകയാണ്. HIV എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാര്യയ്ക്കും ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇയാൾ ഓർക്കുകയാണ്, അവൾ പറഞ്ഞ് വേറൊരാളുടെ ലൈഫ് നശിപ്പിക്കില്ല, ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച്, മരിക്കുകയാണെങ്കിലും നമ്മൾ ഒന്നിച്ച്, അങ്ങനെയുള്ള പറഞ്ഞ ഡയലോഗൊക്കെ ആലോചിച്ച് ഇയാൾക്ക് ആകെ വട്ടു പിടിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ആരും ഇങ്ങനെ അബദ്ധങ്ങളിലൊന്നും പോയി ചാടരുത്.